പക്ഷെ പടയപ്പയ്ക്ക് പ്രത്യേകമായ ആനുകൂല്യമാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത്. പടയപ്പ ഈ സർക്കാരിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ പടയപ്പയെ അരിക്കൊമ്പൻ മോഡലിൽ ഇവിടെ നിന്നും നാട് കടത്തണം. 2, ഇന്നലെ സുരേഷ് എന്ന ചെറുപ്പക്കാരനെ കൊന്നൊടുക്കിയ ആനയെ കണ്ടുപിടിച്ച് ആ ആനയെയും ഇവിടെ നിന്ന് നാട് കടത്തണം. ഇവിടെ കാട്ടാനക്കൂട്ടം സ്ഥിരമായി ശല്യം ചെയ്യുന്നുണ്ട്. മൃഗങ്ങളെ, വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നുണ്ട്. എത്രയോ നൂറുകണക്കിന് വളർത്തുമൃഗങ്ങളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്, കടുവയുൾപ്പെടെ. അപ്പോൾ അങ്ങനെ പ്രശ്നകാരികളായിട്ടുള്ള ഈ മൃഗങ്ങൾ, കടുവയും പുലിയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങി വിലസുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അവയെല്ലാം തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളണം. അതോടൊപ്പം തന്നെ മന്ത്രി പ്രഖ്യാപിച്ച സ്പെഷ്യൽ RRT അനുവദിച്ച് ഉത്തരവാകണം. ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള 3 ഡിമാൻഡുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ടുള്ള ഒരു ധാർമ്മിക സമരമാണ് ഇവിടെ ബഹുമാനനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ CP മാത്യു പാർട്ടിയുടെ തീരുമാനം കൈക്കൊണ്ട് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ആരംഭിച്ചിട്ടുള്ള ഈ സമരം. ഈ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നത് വരെ ഉള്ള നിരാഹാര സമരമാണ് DCC പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ അനിശ്ചിതകാലമാണ് ഇപ്പോൾ മുതൽ ആരംഭിച്ചിരിക്കുന്നു.